എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 നേരവും വിളക്ക് വയ്ക്കുന്നവരാണ് മലയാളികൾ. വീടിന് ഐശ്വര്യം നൽകാൻ മാത്രമല്ല, വീട്ടുകാർക്ക് ഭാഗ്യം കൊണ്ടുവരാനും നിലവിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ്. വീടുകളിൽ പ്രഭാതത്തിലും ത്രിസന്ധ്യയിലും നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് ഐശ്വര്യമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് അരമണിക്കൂർ മുൻപും സൂര്യൻ അസ്തമിക്കുന്നതിന് അരമണിക്കൂർ മുമ്പുമാണ് നിലവിളക്ക് കത്തിച്ചേക്കേണ്ടത്. നിലവിളക്കിൻ്റെ താഴെ ബ്രഹ്മാവും നടുവിൽ വിഷ്ണുവും മുകളിൽ ശിവനും സ്തുതി ചെയ്യുന്നു. വിളക്കിലെ തിരി തെളിയിക്കുന്നതിന് പ്രത്യേക ചിട്ടകളുണ്ട്. ആദ്യ തിരി കിഴക്ക് വശത്ത് തെളിയിച്ച് തുടർന്ന് പ്രദക്ഷിണ രീതിയിൽ വേണം പൂർത്തിയാക്കാൻ. രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം കിഴക്ക് പടിഞ്ഞാറുമാണ് തിരിയിടേണ്ടത്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള പൂജാമുറിയിലാണ് നിലവിളക്ക് വയ്ക്കേണ്ടത്. തെക്ക് വടക്കായി നിലവിളക്ക് കൊളുത്തുന്നത് ദോഷമാണ്. വിളക്കിൽ കരിന്തിരി കത്തി അണയുന്നതും ദോഷമാണ്. ഊതിക്കെടുത്തുന്നതും ദോഷമാണ്. വിളക്ക് വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിനെ നീക്കം ചെയ്ത് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നു. വൈകിട്ട് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ വടക്കേ വാതിൽ അടച്ചിടുക. നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലത്ത് വയ്ക്കാതെ ഒരു തളികയിൽ വേണം വയ്ക്കാൻ. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശരീരശുദ്ധി വരുത്തി വേണം വിളക്ക് വയ്ക്കാൻ. ദിവസവും വിളക്ക് വൃത്തിയാക്കി മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. പറ്റുമെങ്കിൽ നാമം ജപിക്കുന്നതും നല്ലതാണ്. തിരി എണ്ണയിലേക്ക് താഴ്ത്തി വിളക്ക് കെടുത്താം. എണ്ണ തുളുമ്പിപ്പോകുന്നതൊക്കെ നിമിത്തമായി എടുക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ വടക്കേ വാതിൽ അടച്ചിടണമെന്ന് പറയുന്നത്, നിലവിളക്ക് കൊളുത്തുന്ന സമയം വടക്കേ വാതിൽ തുറന്നിട്ടിരുന്നു അവിടെ നിന്നും പ്രവഹിക്കുന്ന കാന്തിക പ്രവാഹത്തോടൊപ്പം വിളക്കിൻ്റെ ജ്വാലയും പോസിറ്റീവ് എനർജിയും നഷ്ടമാകും എന്ന് തന്നെയാണ് കാരണം. സാധാരണ മുത്തശ്ശിമാർ പറയുന്നത് കേൾക്കാം, മൂദേവി കയറി വരുമെന്ന്. സത്യത്തിൽ ഇതാണ് കാരണം. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വിളക്ക് കൊളുത്തണം. കാരണം ത്രിസന്ധ്യാ സമയത്ത് മൂദേവി വീടുകളിൽ കയറി വരുമെന്നാണ് വിശ്വാസം. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ദീപം മൂദേവിയെ പുറത്താക്കി ദേവിയെ കുടിയിരുത്തും എന്നാണ് വിശ്വാസം. നിലവിളക്കിൽ ഒറ്റത്തിരിയിട്ട് കത്തിക്കുന്നത് വിളക്കിൽ പ്രതികൂല ഊർജമാണ് ഉണ്ടാകുന്നത്. 5 or 7 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിച്ച എണ്ണ എടുക്കരുത്. എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് ആരോഗ്യപരമായി വളരെ നല്ലതാണ്. ഇരുമ്പിൻ്റെ ഗുണം ചെയ്യും. തെക്കുനിന്നുള്ള ദീപം ദർശിക്കണമെന്നാണ് പറയുന്നത്. തെക്കുനിന്ന് വരുന്ന കാന്തിക ശക്തിയിലൂടെയാണ് ദീപത്തിൻ്റെ ഊർജം പ്രവഹിക്കുന്നത്. 5 തിരിയിട്ട വിളക്ക് സർവൈശ്വര്യ വിളക്ക് എന്നാണ് പറയുന്നത്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവഭഗവാനെയും, നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശ സരസ്വതി ദേവിയെയും നാളത്തിൻ്റെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു. സകല ദേവതാ സാന്നിധ്യവും നിറഞ്ഞതാണ് നിലവിളക്ക്. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ്. ഒറ്റത്തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു. 2 തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു. 3 തിരികളും 4 തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും. 5 തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും ദോഷമാണ്. രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി തെളിയിക്കാൻ. ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകും എന്നാണ് വിശ്വാസം. വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന ഉണ്ടാകും. എല്ലാ വീടുകളിലും 2 നേരം വിളക്ക് തെളിയിക്കുക, ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.